വളരെ കരുതലോടുകൂടിയാണ് മന്ത്രി കെ രാജൻ സംസാരിച്ചത്. എന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി ഒരു നിലപാട് പറയട്ടെ, അതിനുശേഷം സംസാരിക്കാമെന്ന്. പക്ഷെ അഖിലേന്ത്യാ നേതാവ് MP സന്തോഷ് കുമാർ കുറെ കൂടി വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു. എന്ന് വെച്ചാൽ നഗ്നമായ മുന്നണി മര്യാദാ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഈ രണ്ടുപേരുടെയും പ്രതികരണം നൽകുന്ന സൂചന CPI ഇന്ന് നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുക്കാൻ പോകുന്ന സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്താൻ പോകുന്ന പ്രതികരണത്തിലേക്ക് എന്ത് സൂചനകൾ ഈ രണ്ടുപേരുടെയും പ്രതികരണം നൽകുന്നുണ്ട്? സൈഫുദ്ദീൻ, ഇക്കാര്യത്തിൽ CPIയുടെ സംസ്ഥാന നേതൃത്വം കരുതലോടെയുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം ഒപ്പം തന്നെ സന്തോഷ് കുമാർ അതിന്റെ ഭാഗമായൊക്കെ കടുത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും പക്ഷേ സംസ്ഥാനത്ത് അത്തരത്തിൽ CPM-നെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്തുകൊണ്ട് അവഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എന്തായാലും CPIക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമായി തീരുമാനങ്ങൾ അഭിപ്രായം പറയാം എന്നുള്ളൊരു നിലപാടിലേക്ക് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ എത്തുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ ബിനോയ് വിശ്വവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല, എല്ലാം പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ്. അതിനിടയിൽ ഒരുപക്ഷെ CPM ഈ കാര്യത്തിലുള്ള ഒരു ആശയവിനിമയമൊക്കെ നടത്താനുള്ള സാധ്യതയുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 10 മണിക്കാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കേണ്ടത്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇക്കാര്യത്തിൽ PM ശ്രീയിൽ ഒപ്പിടാൻ ഉണ്ടായ സാഹചര്യം, അത് ഏത് ഘട്ടത്തിലാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് മാറേണ്ടി വന്നത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തേണ്ടി വരും. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, വിദേശ പര്യടനത്തിലാണ്. അതുകൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ സെക്രട്ടേറിയറ്റിനോട് വിശദീകരണം നൽകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ തോമസ് ഐസക്കിന്റെ അല്പസമയം മുമ്പുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇക്കാര്യത്തിൽ PM ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് CPI നിലപാട് വലിയ തരത്തിൽ ഉയർത്തുമ്പോഴും പ്രതിഷേധം ഉയർത്തുമ്പോഴും അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടുള്ള നിലപാടാണ് തോമസ് ഐസക്കിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് എന്നതും എടുത്തു കാണേണ്ടതാണ്. CPIയുടെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ വലിയ പ്രതിഷേധം, പരസ്യമായ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒക്കെ നടത്തുമ്പോഴും പരസ്യമായുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവരും വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അറിയട്ടെ, അതിനുശേഷം എന്തായാലും ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട്. മന്ത്രി V ശിവൻകുട്ടി ഇത്ര സമയമായും ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അദ്ദേഹം 4 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. CPI യോഗത്തിലെ തീരുമാനങ്ങൾ, CPIയുമായി ഉള്ള ഒരു ആശയവിനിമയം, അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം പ്രതികരിക്കാം എന്നുള്ള നിലപാടിലേക്ക് V ശിവൻകുട്ടിയും മാറിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇക്കാര്യത്തിൽ നിർണായകമാകും. ഒരു കാരണവശാലും എന്തായാലും LDF വിടുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നിലപാടിലേക്കോ CPI പോകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്ന കാര്യത്തിൽ CPM-ന് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പിൽ തന്നെയാണ് CPIയുമായി ഒരു ആലോചനയും നടത്താതെ ഉറപ്പാണ് CPM കാര്യമായി എടുക്കുന്നത്. അതായത് CPI എത്ര തന്നെ പ്രതിഷേധിച്ചാലും എത്ര തന്നെ കാര്യങ്ങൾ പറഞ്ഞാലും മറ്റൊരു നിലപാടിലേക്ക് CPI പോകില്ല എന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം പോഷക സംഘടനകളുടെയൊക്കെ ഭാഗത്തുനിന്ന് CPI പോഷക സംഘടനകളുടെ ഭാഗത്തുനിന്ന് വളരെ കടുത്ത എതിർപ്പ് കൂടിയുണ്ട്. ധാർമ്മികതയുണ്ടെങ്കിൽ CPI മന്ത്രിമാർ രാജിവെക്കണമെന്നാണ് KV സാഗർ, അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം എതിർപ്പുകൾ കൂടി വലിയ രീതിയിൽ CPI നേരിടുന്നുണ്ട്. CPI കൂടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു എതിർപ്പ് കൂടിയാണത്. അപ്പം തന്നെ CPM-ന്റെ അതിൽ പ്രതികരണം അറിയേണ്ടതുണ്ട്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബിജീഷ്, AISF ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഇതിൽ രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. കടുത്ത എതിർപ്പ്, കടുത്ത വിയോജിപ്പ്, അത് പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്തെത്തുന്നത് കണ്ടതാണ്. എന്താണ് കണ്ണൂരിൽ നിന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നത്? ഇതിനകത്ത് ജിൽസി, ഈ PM ശ്രീ പദ്ധതിയില്ലാത്ത സംസ്ഥാന മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് ഒപ്പിട്ടതിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം CPIയിൽ വരുന്നത്. CPIയുടെ യുവജന സംഘടനയായ AIYF-ഉം സമാനമായിട്ടുള്ള ചിന്താഗതി എന്നുള്ളതാണ് അതിന്റെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി നടത്തിയ ആ ഒരു പ്രസ്താവനയിലുള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CPI മന്ത്രിമാർ ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാകണമെന്നുള്ളതാണ്. PMCയിൽ ഒപ്പുവെച്ച സർക്കാർ തീരുമാനം മുന്നണി മര്യാദ ലംഘനമാണെന്നും സാഗർ പറയുന്നുണ്ട്. ഏതായാലും ഇതിനകത്തൊരു വിട്ടുവീഴ്ച, CPM-ന്റെ ഈ തൻപ്രമാണിത്വത്തിൽ ഒരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളൊരു സമീപനം യുവജന സംഘടനകളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനയിലും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് സാഗറിന്റെ കുറിപ്പ്. സാഗറെ ഞാൻ വിളിച്ചിരുന്നു. സാഗർ പറഞ്ഞത് ഇതിനകത്ത് ഈ നിലപാടിനകത്ത് ഒരു മാറ്റവുമില്ല. പാർട്ടി ഇത്തരത്തിൽ CPM-ന് എല്ലാ തരത്തിലും വഴങ്ങിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തരത്തിലുള്ള ഒരു മുന്നണിയുടെ മര്യാദ ലംഘിക്കുന്ന ഉണ്ടാതിരിക്കുന്നതിൽ യാതൊരു തരത്തിലും അതിന്റെ ധാർമ്മികത വെച്ചു പുലർത്തുന്ന ഒരു നടപടിയല്ല എന്നുള്ളതാണ് സാഗർ പറയുന്നത്. ഒരു നിമിഷം വിജയിച്ച്, ഇപ്പോൾ CPIയുടെ മുതിർന്ന നേതാവ് K ഇസ്മായിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ K ഇസ്മായിൽ, മുൻപെങ്ങും മുന്നണിയിലില്ലാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു.
എന്ന് വെച്ചാൽ മുന്നണി മര്യാദ പാടെ ലംഘിക്കപ്പെട്ടൊരവസ്ഥയിലേക്ക് കഴിഞ്ഞ രാത്രി കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. CPIയുടെ എതിർപ്പ് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നു. ഇവിടെ ഈ മുന്നണി മര്യാദ ഏതൊക്കെ രീതിയിൽ ലംഘിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത്? CPIയുടെ മാനാഭിമാനം, ആത്മാഭിമാനം ഏതെല്ലാം രീതിയിൽ മുറിവേൽപ്പിക്കപ്പെട്ടു എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? PMC പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ LDF ചർച്ച ചെയ്തിരുന്നു.